ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മീൻ പുളിമുളക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മീൻ പുളിമുളക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ചൂട് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വീതമാണ് ഞാൻ രണ്ടും ചേർക്കുന്നത്. ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു വലിയൊരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് ചേർത്ത് കൊടുക്കാം. നല്ല മണമുള്ള മുളകാണ്, എരിവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ സ്പൂൺ മുളക് പൊടി, അതേ രീതിയിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി, കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. 2 ഇതൾ കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. എല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. നല്ലൊരു കറിയാണ്. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.